ഒരു നിറങ്ങളാൽ തിളങ്ങുന്ന ഗ്രാമത്തിൽ അർജുൻ എന്ന 30 വയസ്സുകാരൻ മാന്ത്രികൻ ജീവിച്ചിരുന്നു. തന്റെ അത്ഭുതകരമായ മായാജാലങ്ങൾ കൊണ്ട് എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിയിക്കുന്നതിലൂടെ അർജുൻ പ്രസിദ്ധനായിരുന്നു. എന്നാൽ ലോകത്തോട് മറച്ചുവെച്ച ഒരു രഹസ്യമുണ്ടായിരുന്നു. അർജുനന് ഭൂതങ്ങളെക്കുറിച്ചുള്ള അതീവ ഭയം. ഒരു സന്ധ്യാസമയത്ത് പുതിയൊരു മായാജാലം അഭ്യസിക്കുമ്പോൾ കാസ്പർ എന്നൊരു സൗഹൃദപരമായ ഭൂതം അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. കഥകളിലെ പേടിപ്പിക്കുന്ന ഭൂതങ്ങളെ പോലെ അല്ലായിരുന്നു കാസ്പർ. അവൻ വളരെ സ്നേഹനിഷ്ഠനും നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയുള്ളവനുമായിരുന്നു. ആദ്യം പേടിച്ചെങ്കിലും അർജുൻ ഉടൻ തന്നെ കാസ്പർ അപകടകാരിയല്ലെന്ന് മനസ്സിലാക്കി. തന്റെ കളിയാചാരങ്ങളിലൂടെ കാസ്പർ അർജുന്റെ മായാജാല പരിപാടികളിൽ സഹായിക്കാൻ തുടങ്ങി. അവരുടെ സംയുക്ത പ്രകടനങ്ങൾ ഗ്രാമത്തിലെ പ്രധാന ആകർഷണമായി മാറി. അർജുൻ മുമ്പത്തേക്കാൾ വലുതായ പ്രേക്ഷക കൂട്ടങ്ങളെ ആകർഷിച്ചു. അതോടെ അർജുന്റെ ഭൂതഭയം നിസ്സാരമായ സൗഹൃദമായി മാറി. ഒരു ദിവസം അർജുന്റെ പ്രശസ്തിയോട് അസൂയപ്പെട്ട ദുഷ്ടനായ ഒരു മന്ത്രവാദി ഗ്രാമത്തെ നിത്യരാത്രിയാക്കി ശപിച്ചു. ഗ്രാമം ഇരുട്ടിൽ മുങ്ങി. ജനങ്ങൾ ഭീതിയിലായി. ആ സന്തോഷം നിറഞ്ഞ ഗ്രാമം ഇപ്പോൾ മൗനമായി മാറി. അർജുനന് എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിലുണ്ടെങ്കിലും ഇരുട്ടിനോടുള്ള ഭയം അവനെ പിന്തിരിപ്പിച്ചു. അർജുന്റെ വിഷമം കണ്ട കാസ്പർ അവനെ ധൈര്യപ്പെടുത്താനായി പറഞ്ഞു, മഹത്തായ മായാജാലം നിനക്കുള്ളിലാണ് അർജുനെ. അതാണ് നിന്റെ ഭയങ്ങളെ ജയിക്കാനുള്ള ധൈര്യം. ആ വാക്കുകൾ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ട് അർജുൻ മന്ത്രവാദിയെ നേരിട്ടു. അവൻ യുദ്ധം ചെയ്യാനല്ല, മറിച്ച് പ്രകാശത്തിന്റെ അത്ഭുതകരമായ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാനായിരുന്നു തന്റെ മായാജാലം ഉപയോഗിച്ചത്. ആ തിളക്കമുള്ള വെളിച്ചം കൊണ്ട് മന്ത്രവാദി കണ്ണു മൂടിക്കെട്ടി തോൽക്കുകയായിരുന്നു. ഗ്രാമം വീണ്ടും സൂര്യപ്രകാശത്തിൽ മുങ്ങി. അന്നു മുതൽ അർജുൻ ഒരു മാന്ത്രികനല്ല, ഒരു വീരനായി മാറി. അവൻ മനസ്സിലാക്കി, യഥാർത്ഥ മായാജാലം കുഴപ്പങ്ങളോ മായാജാലങ്ങളോ അല്ല, ഭയങ്ങളെ ജയിച്ച് ലോകത്ത് വെളിച്ചം വിതറുന്നതാണ്.